എം മുകേഷ് എം.എൽ.എയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോഴും ആ സ്ഥാനം മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നാണ് CPM നിലപാട്. കോൺഗ്രസ് എം.എൽ.എമാരായ എം വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും അന്ന് രാജിവെച്ചില്ലല്ലോ എന്ന ന്യായം പ്രതിരോധമാക്കി വെക്കുന്നുമുണ്ട്. ഇടതുപക്ഷ ധാർമ്മികത, സ്ത്രീപക്ഷം എന്നൊക്കെ എപ്പോഴും പോളിസിയാണെന്ന മട്ടിൽ നിരന്തരം പറയുന്ന പാർട്ടിക്ക് കോൺഗ്രസ് കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിരോധം മതിയാകുമോ? രാജിവെക്കണോ മുകേഷ് എം.എൽ.എ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. രാജു, പിന്നെ അഡ്വക്കേറ്റ് പി എ പ്രജി, യുവരാജ് ഗോകുൽ, അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് എന്നിവർ ചർച്ചയിൽ ചേരുന്നു. അത് ഞാൻ ശ്രീ പി എ പ്രജിയിലേക്ക് പോവാണ്. ശ്രീ പി എ പ്രജി, ഇവിടെ എം വിൻസെന്റ് എം.എൽ.എ രാജിവെച്ചോ എന്ന് ചോദിക്കാം, എൽദോസ് കുന്നപ്പള്ളി എം.എൽ.എ രാജിവെച്ചോ എന്ന് ചോദിക്കാം, അതിനു മുമ്പ് AK ശശീന്ദ്രൻ രാജിവെച്ചോ എന്ന് ചോദിക്കാം, ജോസ് തെരിയൽ രാജിവെച്ചോ എന്ന് ചോദിക്കാം. അങ്ങനെ കുറേയധികം ചോദ്യങ്ങൾ നിൽക്കുമ്പോഴും എപ്പോഴും സ്ത്രീപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷം സ്ത്രീപക്ഷത്തിനൊപ്പമാണ്, ഇരയ്ക്കൊപ്പമാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു പാർട്ടിക്ക് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ ശ്രീ പ്രജി? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPM-ൻ്റെ അംഗത്വം പോലുമില്ലാതെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച ചലച്ചിത്ര പ്രവർത്തകനാണ് മുകേഷ്. മുകേഷിനെ സംബന്ധിച്ച് ഒരാളല്ല, രണ്ടാളല്ല, രണ്ടിലധികം ആളുകൾ ഈ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി മുൻ ദിവസം പറഞ്ഞതുപോലെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും, അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജികളും ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായും കോൺഗ്രസിൻ്റെ എൽദോസ് കുന്നപ്പള്ളിയാണ് മുകേഷെങ്കിൽ രാജിവെക്കേണ്ട, കോൺഗ്രസിൻ്റെ വിൻസെന്റിനെ പോലെയാണ് മുകേഷെങ്കിൽ രാജിവെക്കേണ്ട. പക്ഷേ CPM-ൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച ആളെന്നുള്ള നിലയിൽ മുകേഷ് തീർച്ചയായും പൊതുജനങ്ങളുടെ മുമ്പിൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ മുഖമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ധാർമ്മികത മുൻനിർത്തി അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആരോപണങ്ങളിൽ നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ട ധാർമ്മികമായ ബാധ്യത തീർച്ചയായും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം കോൺഗ്രസിൻ്റെ MLA അല്ല, മറ്റൊരു പാർട്ടിയുടെയും MLA അല്ല. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആണ്. അതുകൊണ്ട് തന്നെ പാർട്ടി അംഗത്വത്തിൽ ഇല്ലെങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകരുടെ CPM-ൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ വോട്ട് വാങ്ങി വിജയിച്ച ഒരാളെന്നുള്ള നിലയിൽ ഇത്രയും ഗുരുതരമായ ഒന്നിലധികം, രണ്ടിലധികം ആരോപണങ്ങൾ നേരിടുമ്പോൾ തീർച്ചയായും അദ്ദേഹം അത് രാജിവെക്കുകയോ അല്ലെങ്കിൽ ആ ആരോപണങ്ങളിൽ ഉള്ള സത്യാവസ്ഥ പൊതുജനങ്ങളെ, വിശിഷ്യ കൊല്ലം മണ്ഡലത്തിലുള്ള പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അവിടെ പി എ പ്രജിക്ക് അത് തോന്നുന്നു വ്യക്തിപരമായി. ഇടതു നിരീക്ഷകൻ എന്ന ലേബലിലും പി എ പ്രജിക്ക് അത് തോന്നുന്നുണ്ട്. കൊല്ലത്തെ CPM-കാർക്കൊക്കെ അത് തോന്നുന്നുണ്ട്. കൊല്ലത്തെ ജില്ലാ നേതൃത്വത്തിന് വളരെ വ്യക്തമായും ഭംഗിയായും അത് തോന്നുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് CPM-ൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് തോന്നാത്തത്? എന്തുകൊണ്ടാണ് അവൈലബിൾ സെക്രട്ടറിയേറ്റിന് തോന്നാത്തത്? എന്തുകൊണ്ടാണ് KK ശൈലജയ്ക്കും, എന്തുകൊണ്ടാണ് PK ശ്രീമതിക്കും, എന്തുകൊണ്ടാണ് EP ജയരാജനും താങ്കൾ ഈ പറയുന്ന ആർജവത്തോടെ ഈ പറയുന്ന ഗുരുതരാരോപണം നേരിടുന്ന, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം 3 എണ്ണമാണ്, അതിനു മുൻപും ഈ പറഞ്ഞ പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും നിരവധി ആരോപണങ്ങൾ നേരിട്ട ആളാണ് എം മുകേഷ്. അദ്ദേഹത്തെ 2 തവണ മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിന്നെയും മത്സരിപ്പിക്കാൻ പരിഗണിക്കുകയും ചെയ്യുന്ന എന്തിനാണെന്ന് ചോദ്യം ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് CPM-ന്റെ നേതാക്കൾക്ക് താങ്കൾ ഈ പറയുന്ന ഇടതുപക്ഷ ധാർമ്മികത ഇപ്പോൾ തോന്നാതെ പോകുന്നത് ശ്രീ പ്രജി? എനിക്ക് തോന്നുന്നത് ഹാഷ്മി, ഇപ്പോൾ ഈ മുകേഷിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളുടെ ഒരു കാഠിന്യക്കുറവ്, അല്ലെങ്കിൽ ആ ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സാങ്കത്യക്കുറവൊക്കെ ഒരുപക്ഷെ പാർട്ടിയെ കുഴയ്ക്കുന്നുണ്ടാകാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ആരോപണം, അത് ഒരു സ്ത്രീയുടെ വീട്ടിൽ, ഒരു സീരിയൽ പ്രവർത്തകയുടെ വീട്ടിൽ മുകേഷ് ചെന്നിട്ട് അവരുടെ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണല്ലോ അവസാനത്തെ ആരോപണം. പക്ഷേ ആ സീരിയൽ നടിയോ ഈ പറയുന്ന അമ്മയോ അല്ലെങ്കിൽ അവരാരെങ്കിലുമോ രംഗത്ത് വന്നിട്ടില്ല. നേരെ മറിച്ച് പറഞ്ഞു കേട്ട അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ മാത്രം രംഗത്ത് വരികയാണ്.
നമ്മുടെ നാട്ടിലെ പീനൽ വ്യവസ്ഥിതി അനുസരിച്ച് അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഹിയർസേ ആയിട്ടുള്ള തലയും വാലും ഇല്ലാത്ത അത്തരത്തിലുള്ള അതൊന്നല്ലേ ഉള്ളൂ പ്രജി. ഞാൻ പറഞ്ഞത് ഇപ്പോ ആ പറയുന്ന സന്ധ്യ എന്ന് പറയുന്ന ആ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ കയറി അമ്മയോട് മോശമായി പെരുമാറിയെന്ന് ഈ സന്ധ്യ പറയുകയാണ്. നമുക്കതിന് തെളിവുകളില്ല. ജൂനിയർ ആർട്ടിസ്റ്റ് ആരെന്ന് ഈ സന്ധ്യ വെളിപ്പെടുത്തുന്നില്ല. അവരുടെ സ്വദേശം പറയില്ല. അത് പറയണോ വേണ്ടോ എന്നുള്ള അവർ പൂർണ്ണമായും അവരുടെ തീരുമാനമാണ്. ഇനി ആ കേസിൽ ഒരു ആനുകൂല്യം നൽകിയാൽ പോലും ഇന്നിപ്പോൾ കേസെടുത്ത ആരോപണമുണ്ട്. അതിനു മുമ്പ് കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ്സ ജോസഫിന്റെ ആരോപണമുണ്ട്. അവർ പരാതി നൽകാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഈ പറഞ്ഞ ആരോപണത്തിന് ആനുകൂല്യം വിട്ടേക്കൂ. അതല്ലാത്ത ഗുരുതര ആരോപണമുണ്ടല്ലോ. അല്ല ഈ ടെസ്സ ജോസഫിന്റെ ഞാൻ പറയട്ടെ ഹാഷ്മി, ഇപ്പോൾ ടെസ്സ ജോസഫിന്റെ ആരോപണം, ഈ ആരോപണങ്ങൾക്കെല്ലാം തന്നെ ഉള്ള കാലവിളംബം ഒന്ന് ആലോചിച്ച് നോക്കേ. 1, 2, 3, 4 വർഷങ്ങളല്ല. ഇപ്പൊ ഈ ടെസ്സ ജോസഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊരു ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ആണെന്നാണ് പറയുന്നത്. അവരാരെയാണ് ഭയന്നത്? അവർക്ക് എന്തായിരുന്നു ഈ പരാതി കൊടുക്കുന്നതിനുള്ള തടസ്സം? ഇങ്ങനെ സീസണലായുള്ള പരാതികൾ വരുമ്പോൾ ആ പരാതിയുടെ കാഠിന്യം എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ റെലവൻസി എത്രത്തോളമുണ്ട് എന്നുള്ള വിഷയമായിരിക്കാം ഒരുപക്ഷെ CPM ആ തരത്തിലേക്കുള്ള തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാൽ പോലും CPM-ന്റെ ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളെന്നുള്ള നിലയിൽ ധാർമ്മികമായി അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം തീർച്ചയായും മുകേഷിനുണ്ട്. പക്ഷേ ഈ മുകേഷിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ കാഠിന്യവും അതിൻ്റെ ജെനുവിൻനെസ്സും നിയമത്തിന്റെ മുമ്പിൽ എത്രത്തോളം തെളിയിക്കപ്പെടാൻ കഴിയും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണേണ്ടതാണ്. അതിന്റെ കാഠിന്യത്തിനനുസരിച്ച് CPM തീർച്ചയായും ആ തരത്തിൽ വളരെ പൊതുജനങ്ങളുടെ മുമ്പിൽ പാർട്ടിയുടെ മുഖം നശിക്കാതെ, അല്ലെങ്കിൽ മുകേഷ് എന്ന് പറയുന്ന ചലച്ചിത്ര താരം പാർട്ടിക്ക് ഭാരമായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ ഭാരത്തിനെ ഇറക്കി വെക്കാൻ തീർച്ചയായും വരും ദിവസങ്ങളിൽ CPM തയ്യാറാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെ എത്താം. ശ്രീ രാജു പി നായർ, ഇവിടെ അഡ്വക്കേറ്റ് PA പ്രജി, ഇടതു നിരീക്ഷകൻ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബോധ്യം പറയുന്നത്, അദ്ദേഹം ആ മേഖലയിലെ ആൾ എന്ന നിലയ്ക്ക് കൂടി പറയുന്നത്, മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് അദ്ദേഹം പറയുകയാണ്. പക്ഷേ പ്രജി വിശ്വസിക്കുന്ന പാർട്ടിക്ക് അത് അത്രയും ബോധ്യപ്പെടുന്നില്ല. ധാർമ്മികത എന്ന് ഉറപ്പായും, ഇടതുപക്ഷ ധാർമ്മികത എന്ന് ഉറപ്പായും ആ വാക്കിന് പ്രസക്തിയുണ്ട് എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. ശ്രീ രാജു പി നായർ, പക്ഷേ സമാനമായ ആരോപണം നേരിട്ട ഏതെങ്കിലും ഒരു MLA-യുടെ രാജി അടുത്തകാല ചരിത്രം പോട്ടെ, കേരള ചരിത്രത്തിൽ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? രാജു പി നായർ, CPM വെക്കുന്ന പ്രതിരോധം വിൻസെന്റ് MLA ആണ്. CPM വെക്കുന്ന പ്രതിരോധം എൽദോസ് കുന്നപ്പള്ളിയാണ്. ഈ രണ്ടുപേരും അവിടെ സമാന ആരോപണങ്ങളിൽ, ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ പേരിൽ ആരോപണമുണ്ടായി, അദ്ദേഹത്തിന് അറസ്റ്റുണ്ടായി, അദ്ദേഹത്തിൻ്റെ കുറ്റപത്രമുണ്ടായി, പിന്നീട് ജാമ്യമടക്കം ഉണ്ടായെങ്കിലും ഈ രണ്ടുപേർ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് രാജിവെക്കണോ മുകേഷ് എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹത്തിന് മറുപടിയില്ലായ്മയിൽ എങ്ങനെയാണ് നിങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയുക? എങ്ങനെയാണ് നിങ്ങൾക്ക് കടുത്ത പ്രതിഷേധമായി രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയുക? രാജു പി നായർ. ഹാഷ്മി, ആദ്യമായിട്ട് ഇത് CPM-ന്റെ ഒരു MLA-ക്കെതിരായിട്ടുള്ള ആരോപണമാണ്. CPM-ന്റെ MLA-ക്കെതിരായിട്ടുള്ള ആരോപണത്തിന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് CPM-ന്റെ നിലപാട് അറിയുന്നതിന് CPM-ന്റെ ഒരു പ്രതിനിധി ഈ ചർച്ചയിൽ ഉണ്ടാവണമായിരുന്നു. എന്തുകൊണ്ടാണ് 24-ൽ ഇല്ല? ഇനി CPM-ന് വേണ്ടിയിട്ട് 24-ഉം ഒരു ഒരു സഹായം ചെയ്യുകയാണോ ആരോപിച്ചാൽ തെറ്റു പറയാൻ പറ്റാത്ത രീതിയിൽ. അപ്പൊ അതാണ് കാരണം. CPM-ന് പൊതുജന മധ്യത്തിൽ തലയിൽ മുണ്ടിട്ടിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലല്ലേ? ഇത്രമാത്രം ജീർണിച്ചൊരു പാർട്ടി ഈ രാജ്യത്ത് വേറെയുണ്ടോ? സ്വന്തം ഒരു MLA-ക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ട്, കാരണം എന്താ അറിയോ, പുറത്തേക്ക് വരാൻ പറ്റില്ല. ഞാൻ എൽദോസ് കുന്നപ്പള്ളിയുടെ വിൻസെന്റ് കഥ ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് മുകേഷിനെതിരായിട്ടുള്ള ആരോപണം സീരിയൽ ഒഫൻഡർ അല്ലേ? ഈ മന്ത്രിസഭയിലുള്ളൊരു മന്ത്രി പത്രപ്രവർത്തകയായിരുന്ന സമയത്ത് അവർ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. CPM അറിയാത്തതാണോ? 2 ഭാര്യമാരെ അതിക്രൂരമായിട്ട് ആക്രമിക്കുകയും ഡൊമസ്റ്റിക് വയലൻസിന് വിധേയരാക്കുകയും ചെയ്ത വെർബൽ അബ്യൂസ് ഉൾപ്പെടെയുള്ള ആരോപണം നിലനിൽക്കുമ്പോഴാണ് മുകേഷിനെ MLA ആയിട്ട് മത്സരിപ്പിച്ചത്, മുകേഷിനെ MP ആക്കാൻ മത്സരിപ്പിച്ചത്, ഇല്ലേ? ഇതെല്ലാം പുറത്തു പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഒളിക്കുകയല്ലേ. ഇന്നലെയും എനിക്കറിയായിരുന്നു 24 വിളിക്കാഞ്ഞിട്ടല്ലാന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ 24 ഇന്നലെ ഉണ്ടായിരുന്ന ചർച്ചയിലും CPM-ന് പ്രതിനിധിയില്ല. അങ്ങ് സമാനമായ ആരോപണങ്ങൾ എന്ന് പറയുന്നല്ലോ എൽദോസ് കുന്നപ്പള്ളിക്കും വിൻസെന്റിനെ. സമാനമായ ആരോപണമല്ല, സമാനതകൾ ഇല്ലാത്ത ആരോപണമാണ്. പണ്ട് മൃഗയ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, ഈ വാറുണ്ണി കയറിയ വീട് എന്നുള്ള ഒരു ഡയലോഗ് ഉണ്ട്.
ഇന്ന് കേരളത്തിലെ CPM MLA കുറിച്ച് മുകേഷ് കയറിയ വീട് എന്ന് പറഞ്ഞാൽ വാറുണ്ണി കയറിയ വീട് എന്ന് പറഞ്ഞ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങ് സമാനതകളെ കുറിച്ച് പറഞ്ഞല്ലോ. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ M വിൻസെന്റിനെതിരെയും ആരോപണം വന്നു. ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾ രണ്ടു പേർക്കുമെതിരെ പാർട്ടി നടപടിയെടുത്തു. പാർട്ടി നടപടിയെടുത്തിട്ട് അവരെ സെക്രട്ടറി സ്ഥാനത്ത് KPCC സെക്രട്ടറി സ്ഥാനത്ത് വിൻസെന്റ്. പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം ഇപ്പം അല്ലെ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം നിങ്ങൾക്കുണ്ടോ? കൃത്യമായി രാജു പി നായർ, ഞാൻ പറയട്ടെ, മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം നിങ്ങൾക്കുണ്ടോ? ഉണ്ടല്ലോ ഞാൻ പറയട്ടെ. മുകേഷ് MLA സ്ഥാനം രാജിവെക്കാന്നുള്ള മുകേഷിന്റെ തീരുമാനമാണ്. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് എന്താണ് തീരുമാനം? അതല്ലേ പ്രശ്നം. CPM ശരി വെപ്പിക്കുന്നില്ല, ചുരുങ്ങിയ പക്ഷം ആ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് മാറ്റി നിർത്താൻ തയ്യാറാണോ? അല്ലല്ലോ. ഞങ്ങൾ എൽദോസ് കുന്നപ്പള്ളിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, M വിൻസെന്റിനെ പാർട്ടി വേദികളിൽ നിന്ന് മാറ്റി നിർത്തി, ഇല്ലേ? അവസാനം എൽദോസ് കുന്നപ്പള്ളി കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് ഏകദേശം അനുകൂലം എന്ന് പറയാവുന്ന രീതിയിലൊരു ഒരു വിധി ഉണ്ടായതിനു ശേഷമാണ് തിരിച്ചു വരുന്നത്. M വിൻസെന്റിനെ കുറിച്ച് നമുക്കറിയാം. അതൊക്കെ പിന്നീടല്ലേ? അതൊക്കെ ആരോപണത്തിന്റെ ഘട്ടത്തിലോ കേസെടുക്കുന്ന ഘട്ടത്തിലോ അല്ല, അത് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ കോടതി. താങ്കൾ ഈ പറയുന്ന അതേ വ്യവഹാര വഴി കൂടെ മുകേഷിന് പോകാമല്ലോ. പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്തല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ CPM കുറിച്ച് ചോദിക്കുന്നത്. അവൈലബിൾ കമ്മിറ്റി കൂടിയിട്ട് എന്താ തീരുമാനിച്ചത്? മുകേഷിനെതിരെ ഒരു നടപടിയും വേണ്ടതല്ലേ തീരുമാനിച്ചത്? എങ്ങനെ നടപടി എടുക്കാൻ കഴിയും ഹാഷ്മി? ഇതിനകത്ത്, ഈ പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് രാഷ്ട്രീയ കാര്യം, ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ട്. P ശശി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് CKP പത്മനാഭന്റെ വാർത്ത നമ്മൾ വായിച്ചില്ലേ? എന്താ CKP പത്മനാഭൻ പറഞ്ഞത്? എന്നെ രോഗാതുരനാക്കിയത് ഈ പാർട്ടിയാണ്. എന്തായിരുന്നു CKP പത്മനാഭൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്ത തെറ്റ്? അദ്ദേഹത്തിന്റെ മകൾ P ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചു, ഇല്ലേ? മുകേഷിനെതിരെ നടപടിയെടുത്താൽ അവിടെ നിന്ന് ചോദിക്കൂലേ? എന്നാ പിന്നെ എന്തായിരുന്നു ശശിക്കെതിരെ നടപടി എടുക്കാൻ ഞാൻ ചോദിക്കില്ലേ? ഇനി നോക്കൂ, PK ശശി എന്താ സംഭവം? ഇത് തന്നെയായിരുന്നില്ലേ സംഭവം? നമ്മുടെ ഒപ്പമൊക്കെ ചർച്ചയ്ക്ക് വന്നിരുന്ന ഒരു യുവ നേതാവ് ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു വിഷയം? ഇതല്ലേ വിഷയം? ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. പൂക്കാസയുടെ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു. ഹാഷ്മി ശ്രദ്ധിച്ചോ? പൂക്കാസയുടെ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു. ആരാണ് ആള്? അദ്ദേഹത്തിനെതിരെ 13 വയസ്സുള്ള ഒരു കുട്ടി 2021 ഫേസ്ബുക്കിലൂടെ എന്നെ പീഡിപ്പിച്ചു. രാജു പി നായർ, ഇതിന്റെ ചരിത്രം തിരിഞ്ഞു പോയാൽ അങ്ങനെ ഉണ്ടാവും. എല്ലാ പാർട്ടിയിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞു ഇവരൊക്കെ CPM-കാരായോണ്ടാണെങ്കിൽ അങ്ങനെയല്ലല്ലോ. ഇതിലെ പ്രശ്നം എന്താണ്? രാജു പി നായർ, നിങ്ങൾക്ക് നാളെ മുകേഷിന് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇറങ്ങിക്കൊണ്ട് സമരം നടത്താൻ കഴിയാത്തതിന്റെ പ്രശ്നം, സമാനമായ ആരോപണം നേരിട്ടവർ, സമാനമായ രീതിയിൽ ജയിലിൽ കിടന്നവർ, സമാന പ്രശ്നങ്ങൾ നേരിട്ടവരെ നിങ്ങൾ MLA സ്ഥാനത്ത് നിന്ന് ഇറക്കിയിട്ടില്ല. അത് M വിൻസെന്റ് കാലത്ത് അത് രാഷ്ട്രീയ, ഇപ്പോൾ CPM പറയുന്നത് പോലെ, അല്ലെങ്കിൽ KN ബാലഗോപാലെങ്കിലും പറയുന്നത് പോലെ അത് രാഷ്ട്രീയ പ്രേരിത പ്രതിഷേധമാണ് എന്ന് നിങ്ങൾ അന്ന് നിലപാട് സ്വീകരിച്ചവരാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആർജവത്തോടെ, ഇപ്പോൾ താങ്കൾക്ക് ഇങ്ങനെയൊക്കെ പറയാം, എൽദോസ് കുന്നപ്പള്ളിക്ക് പിന്നീട് അനുകൂലമായ വിധി ഉണ്ടായി എന്നൊക്കെ പറയാമെങ്കിൽ കൂടിയും ആർജവത്തോടെ എങ്ങനെയാണെന്ന് മുകേഷ് MLA-യുടെ ബലാത്സംഗ കുറ്റം ആരോപിക്കപ്പെടുന്ന ആ വകുപ്പ് ചുമത്തപ്പെട്ട MLA സ്ഥാനം രാജിവെക്കണം എന്ന ഒരു മുദ്രാവാക്യം എന്നതൊക്കെ പറയാമെങ്കിൽ കൂടിയും ആർജവത്തോടെ ആത്മാർത്ഥമായി പറയാൻ കഴിയുമോ നിങ്ങൾക്ക്, രാജു പി നായർ? ഹാഷ്മി, അതാണ് ആർജവത്തോടെ CPM-ന്റെ നിലപാടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ മുകേഷിന്റെ നിലപാട് ചോദിക്കുന്നില്ല. ഒരു സീരിയൽ ഒഫൻഡറായ, ക്രിമിനലായ മുകേഷിന്റെ നിലപാട് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് CPM-ന്റെ നിലപാടാണ്. എന്തുകൊണ്ട് CPM മുകേഷിനെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ പാർട്ടിക്ക് നടപടിയെടുക്കാൻ പോലും CPM തയ്യാറല്ല? കാരണം CPM-നകത്ത് മുഴുവൻ ഈ സ്ത്രീ പീഡകരുടെ പാർട്ടിയായി CPM മാറിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, P ശശിക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ? P ശശിക്ക് തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ പാർട്ടിയിൽ മുഴുവൻ അതിനകത്ത് സ്ത്രീ പീഡകരുടെ സംരക്ഷിക്കുന്ന പാർട്ടിയായിട്ട് മാറി. അതല്ലേ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിലും ചെയ്തത്? ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിലും ഈ അന്വേഷണങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്നതിന്റെ കാരണം CPM-ന് സംരക്ഷിക്കേണ്ടത് മുകേഷിനെയും മറ്റു പലരെയുമാണ്. അങ്ങനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പത്തനംതിട്ടയിലും കൊല്ലത്തും എല്ലാം വിവരാവകാശ കമ്മീഷണർ പറഞ്ഞതിനപ്പുറം എഡിറ്റ് ചെയ്ത് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. അങ്ങനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഒരു SIT ഉണ്ടാക്കിയപ്പോൾ പോലും SIT-യിൽ ഹേമ കമ്മിറ്റിയുടെ കാര്യങ്ങൾ അന്വേഷിക്കരുത് എന്ന് തീരുമാനിക്കപ്പെട്ടത്. അപ്പോ സ്ത്രീ പീഡകരെ
സംരക്ഷിക്കുക എന്നുള്ളത് കേരളത്തിലെ CPM-ന്റെ അജണ്ടയാണ്. ഓക്കെ ഞാൻ പ്രതിയിലേക്ക് മറുപടി കേൾക്കാം. JDS-ന്റെ പ്രജ്വൽ രേവണ്ണയുടെ അതേ മനസ്ഥിതിയിൽ കേരളത്തിലെ CPM നിൽക്കുന്നു. ശരി, ശ്രീരാജ് ഗോകുൽ, ഇവിടെ കോൺഗ്രസ് എൽദോസ് കുന്നപ്പള്ളിയുടെയും എം വിൻസന്റെയും കാര്യത്തിൽ നേരിടുന്ന ആ പ്രതിസന്ധി ഒരർത്ഥത്തിൽ BJP-യും നേരിടുന്നുണ്ട്. അത് കേരളത്തിൽ നിങ്ങൾക്ക് പോലെ അംഗീകാരോപണം ഉയർന്ന് നിങ്ങൾക്ക് MLA-മാരില്ല. പക്ഷേ ഇതിനേക്കാൾ എവിഡൻ്റായ നേർക്കുനേർ സെക്ഷൽ അട്രോസിറ്റി ആരോപണം നേരിട്ട് പ്രതിയായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനോട് BJP അന്ന് MP സ്ഥാനം രാജിവെപ്പിച്ചിരുന്നോ? അങ്ങേയറ്റം ക്രൂരത കാട്ടിയ ഒരു MLA ഉണ്ട്, കുൽദീപ് സിംഗ് സെങ്കാർ എന്നാണ് അയാളുടെ പേര്. അയാൾ MLA സ്ഥാനം രാജിവെച്ചിരുന്നോ? ഇവിടെയൊന്നും നിങ്ങൾക്കില്ലാത്ത നിലപാട് കേരളത്തിൽ ഇപ്പോൾ പ്രഫുൽ കൃഷ്ണ പറയുകയാണ്, അദ്ദേഹം പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തിന് ചെവിട തടിക്കുന്നു പറയുകയാണ്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ യുവരാജ് ഗോകുൽ നിങ്ങൾക്കും? ഹാഷ്മി, അതിനകത്ത് ചോദ്യത്തിലേക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഞാൻ വരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മുകേഷിന്റെ രാജി എന്തുകൊണ്ട് ഇവിടെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ലൈംഗിക ആരോപണങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നത് കൊണ്ട് തന്നെ ആരും വിശുദ്ധരായിട്ട് മാറുന്നില്ല. ഇപ്പോൾ CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയിരുന്നാലും ശരി തന്നെയാണ്, സമൂഹത്തിന്റെ ക്രോസ് സെക്ഷൻ തന്നെയാണ് ഈ പാർട്ടികളിലേക്കൊക്കെ വരുന്നത്. പിന്നെ വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ തന്നെ ഒരു ആദർശവും ഇല്ലാത്തവൻ 1000 തെറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ആദർശമുള്ളവൻ 100 തെറ്റേ ചെയ്യൂ എന്നുള്ളത് പോലെ തന്നെ മനുഷ്യരെ കുറേയൊക്കെ നവീകരിക്കാൻ മാത്രമേ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മുകേഷിന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണത്തിനെ ഗുരുതരമാക്കുന്നത് ഇപ്പൊ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറയുന്നത് സിനിമയിലേക്ക് കടന്നു വരുന്ന ഓരോ നടന്മാരുടെയും അതിയായ ആഗ്രഹമാണ്. കാര്യം അതൊരു സ്റ്റാറ്റസ് സിംബൽ കൂടിയാണ്. അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ എത്താത്ത മാധ്യമങ്ങളൊന്നുമില്ല. അപ്പൊ അതിലൊക്കെ വരിക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ആഗ്രഹമാണ്. അതിനകത്ത് തനിക്കൊരു മെമ്പർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ മുകേഷിനെ പോലെ ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ അദ്ദേഹം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് അദ്ദേഹം ജനപ്രതിനിധിയുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ആവശ്യങ്ങളുമായി വരുന്നവരോട് എന്തൊക്കെ തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും അദ്ദേഹം ആവശ്യപ്പെടുക എന്നുള്ള കാര്യം നമുക്ക് സാമാന്യ ബുദ്ധിയോടുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലൊരു വ്യക്തി ജനപ്രതിനിധിയുടെ കസേരയിൽ തുടരുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ധാർമ്മികമായിട്ട് അതിന്റെ ഉത്തരം CPM എന്ന് പറയുന്ന പാർട്ടി കണ്ടെത്തേണ്ടതാണ്. കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരും കണ്ടെത്തേണ്ടതാണ്. മുകേഷ് സ്വയം ആലോചിച്ചുറപ്പിച്ച് തീരുമാനം എടുക്കേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെയാണ് CPM-ന്റെ ജില്ലാ ഘടകത്തിനാകട്ടെ പ്രാദേശിക ഘടകങ്ങൾക്കാകട്ടെ അദ്ദേഹം രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ മറ്റൊരു അഭിപ്രായം ഇല്ലാത്തത്. സംസ്ഥാന കമ്മിറ്റിക്ക് എന്തുകൊണ്ട് അങ്ങനെ രണ്ടഭിപ്രായം വരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. പിന്നെ അങ്ങ് ബ്രിജ്ഭൂഷൺ സിംഗിന്റെ കാര്യം പറഞ്ഞു. ഈ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ചോദ്യത്തിൽ ഉത്തരം പറയുന്നതിന് യാതൊരു മടിയില്ല ഹാഷ്മി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അതൊരുപാട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ ആ വിഷയം അതല്ല വിഷയം. നമ്മളിപ്പോൾ സംസാരിച്ചു തുടങ്ങിയാൽ അതിന്റെ പുറത്തുള്ള ഡിബേറ്റുകളിലേക്ക് വലിയ രീതിയിലേക്ക് പോകും. ബ്രിജ്ഭൂഷൺ സിംഗിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എതിരെ ഇവർ ആരോപണം ഉന്നയിക്കുന്നത് വളരെ മുൻകാലങ്ങളിലാണ്. അവർ ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ തന്നെ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ അച്ഛനെ പോലെയാണ് എന്ന് വിനേഷ് ഫോഗോട്ട് പറയുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയമായി പറയാൻ ഇപ്പൊ ഈ കാര്യത്തിൽ മുകേഷിന്റെ കാര്യത്തിലുണ്ട്. രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ മുകേഷ് പറയുന്നത് ബ്ലാക്ക് മെയിലിംഗ് ആണ്, അതിന്റെ തെളിവെന്റെ പക്കലുണ്ട്, അവർ അക്കൗണ്ട് നമ്പർ ഇട്ടെന്ന് കോടതിയിൽ വാദിക്കുകയാണ്. താൽക്കാലികമായി നോട്ട് അറസ്റ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ ഇത്തരം ഗുരുതര ലൈംഗികാരോപണത്തിൽ പ്രതിയായി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ MP ആണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് യാദവ്. അതിനേക്കാൾ ഭീകരമായിരുന്നു ഉന്നാവിൽ സെങ്കാർ നിങ്ങളുടെ MLA ആയിരുന്നു ആ സമയത്ത്. കംപ്ലീറ്റ് ചെയ്യട്ടെ ഹാഷ്മി. ഹാഷ്മി, ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ വന്നിരിക്കുന്ന ആരോപണത്തില് 2 വാദങ്ങളും ശക്തമാണ്. അത് ഫേക്ക് ആയിട്ടുള്ള ആരോപണമാണ് എന്നുള്ള കാര്യം ശക്തമാണ്. അതുപോലെ തന്നെ മറ്റവരുടെ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യവും ശക്തമായിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സംഘടനാപരമായ ഒരു പൊസിഷനെ ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കാര്യമായി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മേലിൽ നിൽക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം രാജിവെക്കുക എന്നുള്ളതാണ് അതിന്റെ അകത്ത് ധാർമ്മികമായ രാഷ്ട്രീയപരമായി മാന്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായിട്ട് ഏറ്റവും അധികം ഉണ്ടായിരുന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം റെസ്ലിംഗ് ഫെഡറേഷന്റെ തലപ്പത്ത് നിന്ന് മാറുക എന്നാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തി. ശേഷം അദ്ദേഹത്തിന്റെ വളരെ അടുപ്പക്കാരനായിട്ടുള്ള ഒരാൾ വന്നു. ആ സമയത്ത് അത് മാറ്റണം എന്ന് പറഞ്ഞു. അതിന്റെ അകത്ത് നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹത്തെ മാറ്റി. വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം ഉണ്ടായി. അതവിടെ അതിന്റെ ഒരു വഴിക്ക് പോകുന്നുണ്ടല്ലോ. അദ്ദേഹം അതേ സ്ഥാനത്ത് തുടർന്നുകൊണ്ടല്ലോ. MP സ്ഥാനം രാജിവെക്കണമെന്നുള്ള കാര്യം അന്ന് പ്രതിപക്ഷം പോലും ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ആവശ്യം ഏതെങ്കിലും ഒരു സ്ഥാനം ഒഴിയുകയാണെങ്കിൽ ഇതാ ഈ പറയുന്ന സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് ഒഴിയാൻ പോവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ തീർന്നോ? അത് നിങ്ങളുടെ ആവശ്യം തീരുവോ?
അല്ല, അദ്ദേഹം ഒഴിയട്ടെ. അതുകൊണ്ട് അല്ല ഹാഷ്മി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം വെറുതെ ഒരു ലൈംഗിക ആരോപണം അദ്ദേഹത്തിന്റെ നേരെ വരിക മാത്രമല്ല ചെയ്തിരിക്കുന്നത്. ഒരു സംഘടനയിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ തനിക്ക് വഴങ്ങിത്തരണം എന്ന് അദ്ദേഹം നടിമാരോട് ആവശ്യപ്പെട്ടു എന്നാണ് അവര് വന്ന് പുറം ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇരുന്നിരിക്കുന്ന പൊസിഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ജനപ്രതിനിധി എന്ന് പറയുന്ന ആ കസേരയിൽ ഇരിക്കുമ്പോ അദ്ദേഹം അതേപോലുള്ള കാര്യങ്ങൾ തന്നെ ഉപയോഗിക്കില്ല എന്ന് എന്താണ് നമുക്ക് ഇവിടെ ഉറപ്പിക്കാൻ കഴിയുന്നത്? അതെന്താണ് അത് ന്യായമായ സംശയമാണ്. ഈ പറഞ്ഞ ആരോപണങ്ങൾക്ക് ശരിയാണെങ്കിൽ ഈ മഹാൻ എന്തൊക്കെ എവിടൊക്കെ ആവശ്യപ്പെടുന്നു എന്നുള്ളത് ആർക്കറിയാവുന്നത്. ഇപ്പോൾ ഞാൻ എം ആർ അഭിലാഷേക്ക് പോകുമ്പോൾ നേരത്തെ രാജു പി നായർ പറഞ്ഞിരുന്നു, പണ്ട് ഇന്ത്യ വിഷനുള്ള സമയത്ത് ഇദ്ദേഹമായുള്ളൊരു അഭിമുഖം പുറത്തു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹേമയ്ക്ക് ശേഷമല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. പൊതുജീവിതത്തിലും വ്യക്തിത്വത്തിലും നിരന്തരം ആരോപണങ്ങൾ നേരിട്ട ആളാണ്. ആദ്യ ഭാര്യ ഗാർഹിക പീഡനം, ക്രൂരത കരഞ്ഞുകൊണ്ട് പറയുന്ന ഇന്റർവ്യൂ ഇപ്പോൾ റീസർവേസ് ചെയ്യുന്നുണ്ട്. പഴയ കാര്യമാണ്, ഇപ്പോൾ കാണിക്കേണ്ട കാര്യമില്ലെങ്കിൽ കൂടിയും പ്രേക്ഷകർ അതിൻ്റെ ചെറിയൊരു പീസ് കാണാമെന്ന് തോന്നുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ he just kicked me here in my tummy. I fell on the cot. അമ്മ ഇങ്ങനെ പിടിക്കൂലേ, എന്നിട്ട് യു ക്രൈ. ഹി സേസ്, ഓ യു ആർ എ ബെസ്റ്റ് ആക്ട്രസ്. കരഞ്ഞോ നല്ല കരയും. Constantly he was trying to do something. Constantly. I remember we went for a dinner. കാറിൽ കയറുമ്പോൾ ഫുൾ 9th month ആണ്. കാറിൽ കയറാൻ സമയത്ത് he'll take the car back or front. And I fell off. And I'm crying there. That was the domestic violence. ഭയങ്കര മുടിയൊക്കെ പിടിച്ചിട്ട് he used to, middle of the night he'll drink and come, and when I open the door, why are you delayed? Naturally we'll ask. Then he'll hold the very cheap thing. He'll hold my hair, pull me, drag to the kitchen, and he'll put me on the floor and kick. ഇതിപ്പോഴൊന്നുമല്ല, കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായതാണ്. അത് അന്ന് ചോദിച്ചറിയുന്ന ആൾ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയാണ്. പക്ഷെ അതിനുശേഷവും CPM അതായത് ടിക്കറ്റ് കൊടുക്കുകയും അവിടെ വിജയിപ്പിക്കുകയും, ഒന്നാൽ രണ്ടാമത്തെ വിജയിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മറ്റാരെയും പരിഗണിക്കാനില്ലാതെ മുകേഷിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുകയും ചെയ്തു. അതൊക്കെ CPMന്റെ സ്വാതന്ത്ര്യം. ഞാൻ എം ആർ അഭിലാഷിലേക്കാണ്. ശ്രീ എം ആർ അഭിലാഷ്, നമ്മൾ പോയ ദിവസങ്ങൾ, ഈ അടുത്ത ദിവസങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചല്ല. യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വരുന്ന ആരോപണങ്ങളുടെ കുത്തൊഴുക്കിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. അതിലേക്ക് ഫോക്കസ് മാറുന്നു. ഏറ്റവും ഒടുവിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണോ വേണ്ടയോ എന്നതിലേക്കാവുന്നു ചർച്ച. അങ്ങനെ നിൽക്കുമ്പോൾ രക്ഷപ്പെട്ടു പോകുന്ന ഒന്നുണ്ട്. അത് യഥാർത്ഥ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. അതിപ്പോഴും സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാതെ അൺടച്ചഡായി 10-ാം തീയതി കോടതിയിലേക്ക് വരുമല്ലോ എന്ന് പറഞ്ഞ് അത് വളരെ വളരെ ഭംഗിയായി ഒളിച്ച് ഇപ്പോഴും ഒഴിവാക്കപ്പെട്ട ഭാഗവുമായി ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അവിടെ. ശ്രീ എം ആർ അഭിലാഷ്. തീർച്ചയായിട്ടും ഹാഷ്മി, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ കേസ് ഉണ്ടെങ്കിൽ തന്നെയും ഇതിനകത്ത് അന്വേഷണത്തിന് ഉതകുന്ന അല്ലെങ്കിൽ അന്വേഷണം ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായെങ്കിൽ, കാരണം റിപ്പോർട്ടിന്റെ 2ാമത്തെ വോളിയം നമ്മളാരും കണ്ടിട്ടില്ല, അങ്ങനെ കമ്പല്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ അന്വേഷണം സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണ്. ഓൾറെഡി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ പൊതുവായിട്ട് വരുന്ന ഈ ആരോപണങ്ങളോ അല്ലെങ്കിൽ പരാതികളും സംബന്ധിച്ച് ഇരകളെ കേൾക്കുവാനൊക്കെ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നടപടിക്രമങ്ങളുമായിട്ട് മുൻപോട്ട് അവർക്ക് പോകാവുന്നതാണ്. പക്ഷെ കോടതിയിൽ കേസ് വരുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള തരത്തിലൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ നിയമപരമായിട്ട് നമുക്കവിടെ കുറ്റപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഇത്രയധികം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തു തന്നെയും വ്യാപകമായിട്ട് ഇങ്ങനെ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ എന്തായിരിക്കാം ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുക എന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കാം മനുഷ്യാവകാശവും സ്ത്രീകളുടെ അവകാശവും ഒക്കെ ഹനിക്കപ്പെട്ടിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നതിന് മുമ്പും അവർക്ക് FIR രജിസ്റ്റർ ചെയ്ത് നടപടിക്രമങ്ങളുമായിട്ട് ഇരകൾ അതിന് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അതുമായി മുൻപോട്ട് പോകാൻ കഴിയുന്നതാണ്. അറ്റ്ലീസ്റ്റ് അതിന്റെ ആദ്യ നടപടി എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള ഇരകളായി മാറിയവരെ ബന്ധപ്പെടുവാനുള്ള നടപടിക്രമങ്ങളെങ്കിലും സർക്കാരിന് എടുക്കാൻ കഴിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കോടതിയുടെ മുൻപിൽ കൂടി സർക്കാരിന് പറയുവാൻ കഴിയും, മൊഴി നൽകിയ വ്യക്തികളുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു, വനിതാ സൗഹൃദ സമീപനമുള്ള വനിതാ ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ സംസാരിപ്പിച്ചിരുന്നു, ഇതിൽ മൊഴിയും നൽകാനും കേസുമായി മുൻപോട്ട് വരുവാനും, അതായത് പ്രൊസീജിയറൽ ലോ അനുസരിച്ച് ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൊഴി കൊടുക്കുക എന്നുള്ളത് അത് മൊഴിയായിട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു ട്രയൽ പ്രൊസീഡ് ചെയ്യുവാൻ കഴിയുകയില്ല. 164 സ്റ്റേറ്റ്മെന്റ് എന്ന് നാം പറയുന്ന മാജിസ്ട്രേറ്റിന് മുൻപിൽ കൊടുക്കുന്ന മൊഴി അടക്കം നിയമപരമായിട്ട് പ്രാബല്യമുള്ള മൊഴികൾ കൊടുത്തുകൊണ്ട് തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുവാൻ ഉള്ള ആ ഒരു ലീവേ ഇപ്പോ സർക്കാരിനുണ്ട് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാതിരിക്കുവാൻ കഴിയില്ല.
പക്ഷെ ഒരു പക്ഷേ കോടതിയിലേക്ക് കേസ് വരുന്നത് കൊണ്ടായിരിക്കാം, അതിന്റെ മറപിടിച്ചായിരിക്കാം സർക്കാർ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ചെമ്മാറ അഭിലാഷ്, നമ്മുടെ മുകേഷ് എം എൽ എയുടെ കാര്യത്തിലേക്ക് വന്നാൽ അതിൽ ഉറപ്പായി രണ്ട് വശമുണ്ട്. ഒന്ന് ഈ പറയുന്ന സാങ്കേതികമായും ആ, ആ, സാങ്കേതിക നിയമവശങ്ങൾ പറഞ്ഞു നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ രാജ്യത്തൊരിടത്തും സമാനമായ ആരോപണത്തിന് പേരില്ല, ഏതെങ്കിലും ആരോപണത്തിന് പേരിൽ MLA സ്ഥാനം, ഏറ്റവും ബേസിക് MLA സ്ഥാനം രാജിവെച്ചു എന്നുള്ള ഒരു കീഴ്വഴക്കം എവിടെയുമില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയും. എം വിൻസെൻ്റെ പേര് പറയാം, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് പറയാം, ജോസ് തെറ്റിലിൻ്റെ പേര് പറയാം, AK ശശീന്ദ്രൻ്റെ പേര് പറയാം, അങ്ങനെ ഇല്ല എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ അത് പഴയ വീഡിയോ ആണെങ്കിൽ കൂടിയും ഇദ്ദേഹത്തിൻ്റെ ഒരു ഭൂതകാലം ഇപ്പോൾ കോടതിയിലാണെങ്കിൽ കൂടിയും ഒരാളുടെ ക്രിമിനൽ പ്രീസറൻസ് കൂടി പരിഗണിക്കുന്ന ഒരു പതിവുള്ളൂ ശ്രീമാർ അഭിലാഷ്. ഏത് രീതിയിലാണ് വീട്ടിനകത്ത് അദ്ദേഹത്തിന് ആദ്യ ഭാര്യയോട് അദ്ദേഹം പെരുമാറിയത് എന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഒരു പഴയകാല വീഡിയോ ആണ്. അത് കഴിഞ്ഞുണ്ടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ 1, 2, 3 എന്ന നിലയ്ക്ക് പിന്നെയും ആരോപണം ഉണ്ടാകുന്നു. ഈ സാക്ഷാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഈ മറച്ചുവെച്ച ഭാഗത്ത് ഈ മുകേഷിന്റെ പേരില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ ആർക്കും കഴിയാത്ത സാഹചര്യമുണ്ട്. കീഴ്വഴക്കമില്ലെങ്കിൽ ഈ MLA സ്ഥാനം രാജിവെപ്പിച്ചൊരു കീഴ്വഴക്കം ഉണ്ടാക്കുക എന്നതുകൂടി ഈ കാലത്തിന്റെ പ്രാധാന്യമല്ലേ ശ്രീമാർ അഭിലാഷ്? ശ്രീ ഹാഷ്മി, ശ്രീ മുകേഷിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വെറുപ്പും വിഷമവും മനുഷ്യത്വമുള്ള ഏതൊരു വ്യക്തിയിലും ഉളവാക്കുന്നതാണ്. എന്നതുകൊണ്ട് തന്നെ ധാർമ്മികമായി അദ്ദേഹം രാജിവെക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരാരോപണമല്ല, നാട് മുഴുവൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് ആരോപണങ്ങൾ ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുകയും വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ തന്നെ ഇത്തരം ആരോപണങ്ങൾ നിരന്തരമായി നേരിട്ട് വരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പോ ഉയർന്നിരിക്കുന്നത് വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ്, അതീവ ഗൗരവകരമാണ്. ഇപ്പൊ ഇട്ടിരിക്കുന്ന ഒഫൻസസും അതീവ ഗൗരവമായിട്ടുള്ള ഒഫൻസസ് ആണ്. ബലാത്സംഗ കുറ്റം എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരിക്കലും ചിരിച്ചു തള്ളുവാനോ ന്യായീകരിച്ചു മറയ്ക്കുവാനോ കഴിയുന്ന ഒഫൻസസ് അല്ല. അപ്പൊ ധാർമ്മികമായിട്ടൊരു ചോദ്യം ഉയരുകയാണെങ്കിൽ രാജിവെക്കുന്നതിനകത്ത് അനൗചിത്യമില്ല എന്ന് മാത്രമല്ല, അത് ഉചിതമാണെന്ന് കൂടി പറയുന്നതിനകത്ത് തെറ്റില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷേ അതിനോടൊപ്പം തന്നെ ശ്രീ ഹാഷ്മി എനിക്ക് പൂർത്തിയാക്കാൻ അനുമതി തരികയാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ഈ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ രാജിവെച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രായോഗികമായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 5 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാജിവെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിചാരണയ്ക്ക് ശേഷം അയാളെ എക്സോണറേറ്റ് ചെയ്താലും അംഗത്വം തിരിച്ചു കിട്ടില്ല. ആ സമയത്തേക്ക് അടുത്ത തെരഞ്ഞെടുപ്പും നടക്കും, ആ ഒരു സീറ്റും ഫില്ല് ചെയ്യപ്പെടും. അങ്ങനെ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. പിന്നെ അതുകൂടാതെ ഈ സർക്കാരിൽ മന്ത്രിയായിട്ടിരിക്കുക അല്ലെങ്കിൽ നയരൂപീകരണത്തിൽ ഒരു ചുമതല വഹിക്കുക, അങ്ങനെയുള്ള ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ, ഒരു പദവിയാണ് കൈക്കൊള്ളുന്നതെങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നിയമനിർമ്മാണ സഭയോട് ഉത്തരം പറയേണ്ടി വരുന്നതിനാൽ തന്റെ തോളിലാണ് ഓരോ മന്ത്രിയും പറക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത് എന്ന ഒരു ഉത്തരവാദിത്വ ബോധം കൊണ്ട് അങ്ങനെ ഒരു മന്ത്രിയോട് രാജി ആവശ്യപ്പെടാൻ കഴിയും. അങ്ങനെ മന്ത്രിമാർ നിരന്തരമായിട്ട് രാജിവെക്കുന്ന ഒരു പ്രവണതയുമുണ്ട്. പക്ഷെ ഇവിടെ അദ്ദേഹം സർക്കാരിന്റെ ഭാഗം അല്ല, നിയമനിർമ്മാണ സഭയുടെ ഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രാജി നിയമത്തിൽ ആവശ്യപ്പെടുവാനും പ്രതീക്ഷിക്കുവാനും കഴിയുകയില്ല. പിന്നെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിന്റെ സെക്ഷൻ 8 സബ്സെക്ഷൻ 2 പ്രകാരം അംഗത്വം നഷ്ടപ്പെടുന്നത് കൺവിക്ഷന് ശേഷമാണ് എന്നതുകൊണ്ട് തന്നെ നിയമത്തിന്റെ സാങ്കേതിക വശത്തിൽ അദ്ദേഹം ഒരു കുറ്റാരോപിതനാണ്. അപ്പൊ കുറ്റാരോപിതന് ഭരണഘടന അനുവദിച്ചു നൽകുന്ന നിയമത്തിൽ കിട്ടേണ്ടുന്നതായിട്ടുള്ള ആ അവകാശവും സംരക്ഷണയും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ കുറ്റം ആരോപിക്കപ്പെട്ടു എന്നതുകൊണ്ട് അദ്ദേഹം പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു പദവിയിൽ നിന്നും അദ്ദേഹം രാജിവെക്കേണ്ടതായിട്ട് നിയമം അനുശാസിക്കുന്നില്ല എന്ന് മാത്രമല്ല, 2018 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനമുണ്ട്. പബ്ലിക് ഇൻട്രസ്റ്റ് ഫൗണ്ടേഷൻ ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു തീരുമാനത്തിൽ ചാർജ് ഫ്രെയിം ചെയ്യപ്പെടുന്ന ജനപ്രതിനിധികൾ രാജിവെക്കണമോ, FIR-ൽ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ജനപ്രതിനിധികൾ രാജിവെക്കണമോ എന്ന വിഷയങ്ങളൊക്കെ വന്നപ്പോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് അത് പാർലമെന്റ് ആണ് തീരുമാനിക്കേണ്ടതായിട്ടുള്ളത്. ചാർജ് ഫ്രെയിം ചെയ്യുന്ന ഒരു അവസരത്തിൽ കൂടി രാജിവെക്കണമെന്ന് കോടതിക്ക് ആവശ്യപ്പെടുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ്, അപ്പോ നിയമം ആണെങ്കിലും സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള നിയമ തത്വങ്ങളാണെങ്കിലും ഒന്നും തന്നെ രാജിയിലേക്ക് വിരൽ ചൂണ്ടുന്നില്ല എങ്കിലും താങ്കൾ ഇപ്പൊ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്നത്തെ ഈ ആരോപണത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് വളരെ ഗുരുതരമായിട്ട് പല വ്യക്തികളിൽ നിന്നും ഉയർന്നു വരുന്ന ആരോപണങ്ങളൊക്കെയാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സമാനമായിട്ട് അദ്ദേഹത്തിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ധാർമ്മികമായ ഒരു വിഷയമുണ്ട്. അതിന്റെ പുറത്ത് ഇപ്പം പാർട്ടിയാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസാക്ഷിയോട് ശബ്ദം കേട്ടിട്ട് ശ്രവിച്ചിട്ടാണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ അതൊരു ഒരു ഒരു മോറൽ കഥാർസിസ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു തരത്തിലൊരു ഒരു ശരിയെങ്കിലും തെറ്റുകൾക്കിടയിൽ ചെയ്യാൻ കഴിയുന്നു എന്ന് നമുക്ക് സമൂഹത്തിൽ തോന്നിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാകും. പക്ഷെ നിയമത്തിൽ ഇത് ഈ
പ്രാതിനിധ്യ യെസ്, സ്വഭാവമുള്ള പ്രാതിനിധ്യ ഒരു ഓഫീസാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാരിന്റെ ക്ലിയർ ആണ്, അത് ഭാഗമല്ല ക്ലിയർ ആണ്, എന്നുള്ളത് കൊണ്ട് തന്നെ അത് അനിവാര്യമല്ല. അത് ക്ലിയർ ആണ്. പി എ പ്രജി, സി പി എമ്മിനെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ പറയുന്ന നിയമത്തിന്റെ ശരികൾക്കപ്പുറം ധാർമ്മികമായ ശരി ആണ് എന്നെപ്പോഴും പറയുന്നവരാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വിൻസെന്റിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ വെയ് രാജിവെയ് എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടനയുടെ പേര് ഡിവൈഎഫ്ഐ എന്നാണ്. അന്ന് ആ മുദ്രാവാക്യം വിളിച്ച പ്രധാന നേതാവിൻ്റെ പേര് എ റഹീം എന്നാണ്. LDF സമരത്തിലായിരുന്നു, CPM സമരത്തിലായിരുന്നു. ഇന്നിപ്പോൾ മുകേഷ് രാജിവെക്കേണ്ട എന്ന് പറയുന്ന PK ശ്രീമതി അന്ന് പറഞ്ഞൊന്ന് കേൾക്കാമോ? കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്താണ്. പാർട്ടി നേതൃത്വം വിൻസെന്റിനോട് പറയണം രാജിവെക്കാൻ നിർദ്ദേശിക്കണം. പാർട്ടിയുടെ സ്ഥാനത്ത് മാത്രമല്ല, ജനപ്രതിനിധികൾക്ക് അപമാനമാണ്, കേരളീയ സ്ത്രീ സമൂഹത്തിന് അപമാനമാണ്, കേരളീയർക്കാകെ അപമാനം. ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ലൈംഗിക ആരോപണം ഒരു MLA-ക്ക് നേരെ, തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട കോൺഗ്രസിന്റെ ഒരു നേതാവ് കോവളം MLA-ക്ക് നേരെ ഉയർന്നു വന്നാൽ തൽക്കാലം നിങ്ങളിത് രാജിവെക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നതിന് പകരം അവരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമാണോ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനിയെങ്കിലും ഇപ്പോൾ ഏകദേശം അറസ്റ്റ് ചെയ്യാൻ പോകുന്നിടത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഉടനടി വിൻസെന്റ് രാജിവെക്കുക, അല്ലെങ്കിൽ രാജിവെക്കാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടും. അതും പോരാഞ്ഞ് ശ്രീ PA പ്രജി ഭരണപരിഷ്കാര കമ്മീഷൻ അംഗമായിരുന്ന VS അച്യുതാനന്ദൻ പറഞ്ഞത് നിയമസഭയ്ക്ക് വിൻസെന്റ് കളങ്കമാകുമെന്നാണ്, നാണക്കേടാകുമെന്നാണ്. അപ്പം അങ്ങനെയൊക്കെ നിലപാടെടുത്തിരുന്നവർ ഇപ്പം പെട്ടെന്ന് പ്ലേറ്റങ്ങ് മാറ്റിയാൽ, അല്ലെങ്കിൽ പരസ്യമായി സമ്മതിക്കണം ഞങ്ങൾ ഈ പറയുന്ന ഇരയ്ക്കൊപ്പം, അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന സ്ത്രീപക്ഷം എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു മുദ്രാവാക്യം എന്ന നിലയ്ക്ക് മാത്രം പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ഞങ്ങളും കോൺഗ്രസും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവും ഇല്ല, അല്ലെങ്കിൽ BJP തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരില്ലേ ഐഡിയോളജിക്കലായി PA പ്രജി? തീർച്ചയായും CPM അത്തരത്തിലൊരു നിലപാട് വരും ദിവസങ്ങളിൽ എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ ബഹുമാന്യനായ പ്രതിനിധി കുറേ ഏറെ കാര്യങ്ങൾ പറഞ്ഞു. വളരെ വൈകാരികമായിട്ടാണത് അദ്ദേഹം അവതരിപ്പിച്ചത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പാലക്കാട് യൂത്ത് കോൺഗ്രസിൻ്റെ ചിന്താ ശിബിരം നടന്നപ്പോൾ അവിടെ ഒരു പരാതി വന്നു. അതേ ശിബിരത്തിൽ തന്നെ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വനിതാ നേതാവിൻ്റെ പരാതി. ആ വനിതാ നേതാവിൻ്റെ പരാതി എങ്ങോട്ട് പോയി എന്ന് പിന്നെ കണ്ടുപിടിക്കാൻ അനിക്സ്പ്രേ പോലെ ആയിപ്പോയി. എങ്ങോട്ട് പോയി എന്ന് കണ്ടുപിടിക്കാൻ ഇതേവരെ ആ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ആ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഇവിടെ വന്നിരുന്ന് എൽദോസ് കുന്നപ്പള്ളിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ രസകരമായ മറുപടി പറയുന്നത് എൽദോസ് കുന്നപ്പള്ളിയെ ഹൈക്കോടതി വെറുതെ വിട്ടു പോലും. എന്നാണ് എൽദോസ് കുന്നപ്പള്ളിയെ ഹൈക്കോടതി വെറുതെ വിട്ടത്? എൽദോസ് കുന്നപ്പള്ളിയുടെയും വിൻസെന്റിന്റെയും നിയമ നടപടികൾ കേരളത്തിൽ നടന്നു വരികയല്ലേ? അങ്ങനെ നടന്നു വരുന്നതിനിടയിൽ ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകൾ വന്നിട്ടുള്ള കോൺഗ്രസ്സുകാരില്ലേ? ഒന്നാമത്തെ കോൺഗ്രസ്സുകാരന്റെ പേര് സിദ്ദിഖ് എന്നല്ലേ, സിനിമാ നടൻ സിദ്ദിഖ്. ആ സിദ്ദിഖിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ലേബലിലല്ലേ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ, തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ വർദ്ധിത വീര്യത്തോടുകൂടി കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ സിനിമാ നടൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സിദ്ദിഖ് അല്ലേ? അതോടൊപ്പം തന്നെ കേരളത്തിലെ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, ചെറിയ ചില്ലറക്കാരനൊന്നുമല്ല, സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തിനെതിരെ കേസ് വന്നില്ലേ, ചന്ദ്രശേഖറിനെതിരെ. അങ്ങനെ ഒരു ഡസൻ അല്ലെങ്കിൽ 1.5 ഡസൻ കോൺഗ്രസുകാർക്കെതിരെ ഈ അടുത്ത കാലത്ത് സ്ത്രീ പീഡനങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അട്രോസിറ്റീസ് ഹേമ കമ്മിറ്റിയിൽ നിങ്ങൾ 2 കോൺഗ്രസ് ബന്ധം ആരോപിക്കുമ്പോൾ ഒന്ന് അവരുടെ ലോയേഴ്സ് കോൺഗ്രസിന്റെ ആളാണ്, രണ്ടൊരു സിനിമാ നടനാണ്. അതേസമയം ഇപ്പുറത്ത് നോക്കൂ, 76-ലെ SFI എന്ന് ആക്രോശിച്ചിരുന്ന, എപ്പോഴും ധാർഷ്ട്യം കാണിച്ചിരുന്ന, മാടമ്പി സിനിമകൾ എടുത്തിരുന്ന ഒരാൾ, നിങ്ങൾ ഇടതുപക്ഷം കൊണ്ടു നടന്ന, ഇടതുപക്ഷത്തെ ഉപയോഗിച്ച, നിങ്ങൾ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തെ കയറ്റിവെച്ച ഒരാളാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന ആരോപണമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നാണം കിട്ടുപോകുന്ന ആരോപണമാണ് അയാൾക്കെതിരെ വരുന്നത്. രണ്ടാരാണ്, 2 സംസ്ഥാനത്തിന്റെ MLA, 2 തവണ MLA കഴിഞ്ഞല്ലോ. ഏതാ അദ്ദേഹം രാജിവെച്ചത്? അദ്ദേഹം രാജിവെച്ച നിയമ നടപടിയെ നേരിടുകയല്ലേ? എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കോൺഗ്രസ് സ്വീകരിച്ച നടപടി കേട്ട് നമ്മളെ ഇക്കിളാക്കാം, പക്ഷെ ഇക്കിളാക്കി ചിരിപ്പിക്കുവാൻ കൂടെ ശ്രമിക്കരുത് P. എബ്രഹാം. ഒന്ന് ആലോചിച്ച് നോക്കേ, എൽദോസ് കുന്നപ്പള്ളി MLA സ്ഥാനം രാജിവെക്കാഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് നടപടി എടുത്തത്.
എന്തുകൊണ്ടാണ് മുകേഷിനെതിരെ നടപടിയെടുക്കാത്തത്? മുകേഷിന് CPM-ലെ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത മുകേഷിനെതിരെ എന്ത് പാർട്ടി നടപടിയാണ് എടുക്കേണ്ടത്? ഇപ്പോഴും എൽദോസ് കുന്നപ്പള്ളിയുടെ അനുചരനായി ഇരുന്നു കൊണ്ട് എൽദോസ് കുന്നപ്പള്ളിയുടെ പുഞ്ചിരിയിൽ വഞ്ചന അരുതേ എന്ന് പറയുന്ന ഹൈക്കു കവിതകളുടെ ആരാധകനായി ഇരുന്നു കൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാജു പി നായരോട് അദ്ദേഹം CPM-നെ കുറിച്ച് പുരോഗമന കലാസാഹിത്യ സംഘത്തെ കുറിച്ചൊക്കെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ എനിക്ക് അദ്ദേഹത്തിനോട് യഥാർത്ഥത്തിൽ സഹതാപമാണ് തോന്നുന്നത്. ആദ്യം ഹാഷ്മി ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം, എൽദോസ് കുന്നപ്പള്ളിയുടെ രാജി, അതോടൊപ്പം തന്നെ വിൻസെന്റിന്റെ രാജി, അതിന്റെ മറുപടിയാണോ ഞങ്ങൾ കോൺഗ്രസിന്റെ KMCC പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി പോലും? അതാണോ ഒരു ജനപ്രതിനിധിക്കെതിരെ കോൺഗ്രസ് സ്വീകരിക്കേണ്ട നടപടി? പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇല്ലാത്ത മുകേഷിനെതിരെ എന്ത് നടപടി CPM സംഘടനാപരമായി എടുക്കണം എന്നുള്ളതാണ് രാജു പി അബ്രഹാം പറയുന്നത്. ഇത്തരത്തിൽ രാജു പി നായർ പറയുന്നത് ഈ തരത്തിൽ തലയും വാലും ഇല്ലാതെ വെറും രാഷ്ട്രീയ തിമിരം ബാധിച്ചുകൊണ്ട് ഈ തരത്തിൽ സ്ത്രീകൾക്കെതിരെ ഇന്ന് കേരളത്തിൽ വളരെ കൃത്യമായ കണ്ടെത്തലുകൾ നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ സ്ത്രീകളിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതിനുള്ള ശാക്തീകരണം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടായത്? അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഈ തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ ഉണ്ടായത്? അതിന്റെ അടിസ്ഥാനത്തിൽ തുറന്നു പറച്ചിലുകളുടെ അടിസ്ഥാനത്തിൽ അത് ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെയായി വന്നാൽ അദ്ദേഹം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ കൊണ്ടുവെക്കോ എന്ന് സർക്കാർ പറഞ്ഞില്ല. സർക്കാർ പൂഴ്ത്തിവെക്കാൻ കഴിയാവുന്നതിന് പരമാവധി പൂഴ്ത്തിവെച്ചു. 5 വർഷക്കാലത്തോളം 2020 ജസ്റ്റിസ് ഹേമ എഴുതിയ ഒരു കത്തിനെ ചാരി അത് പൂഴ്ത്തിവെച്ചു. നിരന്തരം മാധ്യമങ്ങൾ ചോദിച്ച് പേർത്തും ചോദിച്ച് അത് പിടിച്ചു വാങ്ങിച്ചതാണ് ഈ പറയുന്ന കത്ത്, ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും കേസെടുക്കാൻ കഴിയുമ്പോഴും കേസെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ആദ്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഒന്നാമതായി പറഞ്ഞൊരു മാധ്യമ പ്രവർത്തകനെ ഹാഷ്മിക്ക് അറിയാമല്ലോ. ലെസ്ലി എന്നല്ലേ അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹം ഏത് ചാനലിന്റെ പ്രവർത്തകനാണ്? കൈരളി ചാനലിന്റെ പ്രവർത്തകനാണ്. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട മാധ്യമം എന്ന് പറയുന്നത് കൈരളി ചാനലാണ്. എന്തുകൊണ്ട് അത് പുറത്തുവിടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായെന്ന് ആഴ്ചക്കാലം ഹാഷ്മി ഉൾപ്പെടെയുള്ള കേരളത്തിലേക്ക് തന്നെ നമ്മുടെ ഈ ചർച്ചയെ കൊണ്ടുപോകണം. ശരി, അപ്പൊ ബാക്കി ആരും ചോദിച്ചില്ല. പാർട്ടി ചാനലിലെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, എന്നാ കൊടുത്തൂടെ? ആദ്യം കൊടുത്തൂടെ സാറേ? 5 വർഷം പൂഴ്ത്തിവെച്ചു. 5 വർഷക്കാലത്ത് ഞാൻ ചോദിച്ചില്ലെന്നല്ലോ ഹാഷ്മി ഞാൻ പറഞ്ഞത്. ആദ്യമായി ചോദിച്ചത് കൈരളി ചാനലല്ലേ? അതുകൊണ്ട് എന്താണ് ആദ്യമായി ചോദിച്ചത്? കൈരളി ചാനലാണെങ്കിലും ആദ്യമായി ചോദിച്ചത് ഏത് ചാനലാണെങ്കിലും ഏത് മാധ്യമപ്രവർത്തകനാണെങ്കിലും അതിന്റെ ആത്യന്തിക ഫലശ്രുതി എന്താണ്? സർക്കാർ കൊടുക്കാതെ പിടിച്ചുവെച്ചു. സർക്കാർ കൊടുക്കാതിരിക്കാൻ പരമാവധി ഉടായ്പ കാണിച്ചു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കത്തിനെ ചാരി പരമാവധി പിടിച്ചുവെച്ചു. ലാസ്റ്റ് അവസാന നിമിഷം വരെ, ലാസ്റ്റ് മൊമെന്റ് വരെ എങ്ങനെ പുറത്തുവിടാതിരിക്കാമെന്ന് നോക്കി. ലാസ്റ്റ് പുറത്തുവിട്ടതോ വിവരാവകാശ കമ്മീഷണർ മറച്ചു വെക്കണമെന്ന് പറയുന്ന ഭാഗവും കടന്ന് കൂടുതൽ ഖണ്ഡികൾ വെട്ടി മുക്കാലുമില്ലാത്ത റിപ്പോർട്ടാണ് പുറത്തു വന്നത്. സിപ്രുജി ആരെ കാക്കാനാണ്, ആരെ സംരക്ഷിക്കാനാണ്? ഒരു ലിസ്റ്റുകളുടെ പേര് പറഞ്ഞാൽ പറ്റുമോ? ഹാഷ്മി ഇതിന്റെ അസല് കണ്ടോ? കണ്ടില്ലല്ലോ. മുക്കാൽ ഭാഗം വെട്ടിയ ഭാഗമാണ് പുറത്തുവിട്ടത് എന്ന് ഇതിന്റെ അസൽ ഹാഷ്മി കണ്ടിട്ടില്ലല്ലോ. അതിന്റെ അസൽ ഈ വെട്ടിമാറ്റിപ്പെട്ട ഭാഗങ്ങളിൽ അങ്ങനെ സെൻസർ ചെയ്യപ്പെടേണ്ടതായ വസ്തുതകൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഹാഷ്മി കണ്ടിട്ടില്ലല്ലോ. അത് പുറത്തു വരട്ടെ, അപ്പീൽ കൊടുക്കട്ടെ. കഴിയുന്നതാണെങ്കിൽ പ്രൈവസിയെ ബാധിക്കാത്ത വിഷയങ്ങൾ പുറത്തു വിടുമെന്നേ. ഉടായ്പ കാണിക്കുന്നു എന്താണ്? അത് പുറത്തുവിടുന്ന അമ്മ പറയുന്നു, അത് പുറത്തുവിടുന്ന ഫെഫ്ക പറയുന്നു, അത് പുറത്തുവിടുന്ന സിനിമക്കാർ മൊത്തം പറയുന്നു. അത് പുറത്തു വിടണ്ടെന്ന് പറയുന്ന ആരാ? നിലപാട് സ്വീകരിക്കുന്ന ആരാ? കൈരളി ചാനൽ അതിന്റെ ലേഖകൻ തന്നെ ഉടായ്പ നടത്താനാണെങ്കിൽ കൈരളി ചാനലിന്റെ ലേഖകൻ തന്നെ ഇത് വിവരാവകാശ നിയമപ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചോദിക്കൂ. കൊടുത്തോ? അങ്ങനെ ചോദിച്ചപ്പോ കൊടുക്കാൻ കഴിയാത്ത കൊടുത്തോ? അത് കഴിഞ്ഞ് പിന്നെ മാധ്യമപ്രവർത്തകർ എല്ലാം കൂടി ചോദിച്ചു കൊടുത്തോ? മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും വിവിധ സമയങ്ങളിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത് ഉടായ്പാണോ? ഉടായ്പല്ലേ? ഒന്നാന്തരം ഉടായ്പാണ്. സാംസ്കാരിക മന്ത്രിയോട് ഇപ്പൊ ചോദിച്ചാൽ സാംസ്കാരിക മന്ത്രി പറയും ഞാൻ കണ്ടില്ലെന്ന് പറയും, ഞാൻ വായിച്ചില്ലെന്ന് പറയും. സാംസ്കാരിക മന്ത്രിയോട് ഇപ്പൊ ചോദിച്ചാൽ പറയും ഞാൻ വായിച്ചില്ലെന്ന് പറയും. ഉടായ്പല്ലേ? വ്യാജമല്ലേ? കള്ളമല്ലേ വായിച്ചില്ല എന്ന് പറയുന്നത്? പ്രജി അല്ല ഹാഷ്മി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു.
ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ അതൊരു പഠന റിപ്പോർട്ടാണ്. ആ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറേയേറെ നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നു. ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി സാംസ്കാരിക വകുപ്പ് മന്ത്രി അത് അതിന്റെ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നു. ആ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഉള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. അതിനകത്ത് എന്ത് പോരായ്മയാണുള്ളത്? അതിന് ചിലപ്പോൾ കാലതാമസം എടുക്കില്ലേ? കാരണം എത്രയോ വർഷങ്ങളായി നമ്മുടെ മലയാള സിനിമയിൽ നടന്നു വന്നിരിക്കുന്ന അരാജക പ്രവണതകൾ, ആ അരാജക പ്രവണതകളെ ഒന്നാകെ തുടച്ചു നീക്കിക്കൊണ്ട് ഒരു പുതിയ സിനിമാ നയം ഉണ്ടാക്കണം. അതാണല്ലോ ഹേമ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ആ സിനിമാ നയം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റെപ്പുകളും മുന്നോട്ടേക്ക് പോകാൻ താങ്കൾ പറയണം. ചർച്ച ചെയ്താണ് ഞാൻ ഇടപെടുകയാണ്. കാര്യങ്ങൾ പോകുന്നത്. ശരി ശരി, ഞാൻ രാജു പി നായരുടെ ഇടപെടലിന് ശേഷം. രാജു പി നായർ, ഇടതുപക്ഷ ധാർമ്മികത എന്ന് മാത്രമല്ല സ്ത്രീപക്ഷ ധാർമ്മികത എന്നതടക്കം അത്ര ഗുരുതര ആരോപണം നേരിടുന്ന ഒരാൾ ഇനി ആ നിയമനിർമ്മാണ സഭയിലേക്ക് കടക്കാതിരിക്കൽ എന്നത് തന്നെയാണ്. പക്ഷേ MLA സ്ഥാനം രാജിവെക്കുമ്പോൾ കൊണ്ടുണ്ടാകുന്ന സാങ്കേതിക നിയമപ്രശ്നങ്ങൾ നേരത്തെ വിശദീകരിക്കുകയായിരുന്നു MR അഭിലാഷ്. അങ്ങനെ സമഗ്രമായി നോക്കിക്കൊണ്ടല്ലേ ഒരു MLA രാജി ആവശ്യപ്പെടാൻ ഏത് പാർട്ടിക്കും കഴിയൂ? ശ്രീ രാജു പി നായർ. ഞാൻ അതിലേക്ക് എത്താം. അതിനു മുമ്പായിട്ട് പ്രിജി പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് പറഞ്ഞോട്ടെ. നമ്മൾ ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ സഹയാത്രികളൊക്കെ ചർച്ചകൾക്ക് വരുന്നത് ആശയപരമായൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഇടതു ആശയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനും ഒരിക്കൽ ചിലപ്പോഴൊക്കെ പാർട്ടിയെ തിരുത്തുന്നതിനും വേണ്ടിയാണ്. ദൗർഭാഗ്യവശാൽ പിണറായി കാലത്ത് ഇത്തരത്തിലുള്ള പാർട്ടിക്ക് അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒളിച്ചോടേണ്ട വിഷയങ്ങളിൽ പാർട്ടിയുടെ നിലപാട് പറയാൻ വേണ്ടി പറയുന്ന പ്രോക്സികളെ അധപ്പതിച്ചു പോകുന്നു എന്നുള്ളത് ഇപ്പൊ പ്രിജിയുടെ ഒരു വാക്കിൽ തന്നെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ഇരട്ടത്താപ്പ് പറയാം, മുകേഷ് രാജിവെക്കണം എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. പക്ഷെ CPM നടപടിയെടുക്കണോ? CPMന്റെ പാർട്ടി മെമ്പർ പോലുമല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഫോം B കൊടുത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച ആളാണ് ശ്രീ മുകേഷ്. ഇരട്ടത്താപ്പ് നോക്കൂ. ഇനി അദ്ദേഹം പുകാസയെ കുറിച്ച് പറഞ്ഞു. ഹാഷ്മി, ഇത്രമാത്രം വലിയ ആരോപണങ്ങൾ വരുമ്പോൾ പൊതുസമൂഹം മുഴുവൻ ഇത്തരത്തിലെ ലൈംഗിക പീഡനത്തിലെ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ കണ്ണൂർ നടന്ന പൂക്കാസയുടെ ഇതിൽ ഗോകുലേന്ദ്രൻ എന്ന് പറയുന്ന 13 വയസ്സുള്ളൊരു കുട്ടി, പോക്സോ കേസാണ്, പോക്സോ കേസ്, 13 വയസ്സുള്ളൊരു കുട്ടി തന്നെ പീഡിപ്പിച്ചു എന്ന് 2 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ആരോപണ വിധേയനായ ഗോകുലേന്ദ്രനെ പൂക്കാസയുടെ സെക്രട്ടറി ആക്കാൻ ഷാജി എൻ കരുൺ പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റിക്ക് കഴിയുന്നു. ഏത് ഷാജി എൻ കരുൺ? ഇപ്പോ രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലേക്ക് ഞാൻ വേണമെങ്കിൽ എല്ലാവരോടും പറഞ്ഞാൽ ആയിക്കോളാം എന്ന് പറയുന്നവര്. നിങ്ങൾക്ക് എവിടെയാ സ്ത്രീപക്ഷം? നിങ്ങൾക്ക് എന്ത് സ്ത്രീപക്ഷം? നിങ്ങൾ പാർട്ടിയും പാർട്ടിയുടെ സഹയാത്രികരും എല്ലാം പെണ്ണുപിടിയന്മാരായിട്ട് മാറിപ്പോയതിന്റെ അവസ്ഥയല്ലേ? പൂക്കാസ അന്വേഷണ കമ്മീഷനെ വിട്ടു. ആർക്ക്? 13 വയസ്സുള്ള കുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ആരോപണത്തിൽ KPCCയുടെ ആഫീസിൽ ഒരു ബക്കറ്റ് വെള്ളം വെച്ചിട്ടുണ്ടെന്ന് പണ്ട് ഉണ്ണിത്താൻ പറഞ്ഞത് ആ ബക്കറ്റിന്റെ കഥ ഒന്ന് രാജു പി നായർ ഓർക്കുന്നത് നല്ലതാ. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ആരാണ് പെണ്ണുപിടിയന്മാരെന്ന് പണ്ട് രാജ്മോഹൻ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരു ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് വെക്കാൻ ആ ബക്കറ്റിന്റെ വെള്ളം എന്തിനായിരുന്നു സ്വയം അങ്ങ് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു വലിയ വാറുണ്ണി പിണറായിയുടെ ഓഫീസിൽ ഇപ്പുണ്ട്. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടായിരിക്കായിരുന്നല്ലോ. നിങ്ങൾ ഇടതുപക്ഷമല്ലേ? നിങ്ങൾ മിണ്ടായി. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ കേട്ടോണ്ടിരുന്നല്ലോ. ഇനി നോക്കൂ, ഹേമ കമ്മിറ്റിയിലെ ആരോപണം. ഈ 2012 നമ്മുടെ ഗണേഷ് കുമാർ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ഗണേഷ് കുമാറിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ലേഖനങ്ങൾ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. നല്ല കഴിവുള്ള ഒരു നടി. ഞാൻ ഈയിടെ എറണാകുളത്ത് വെച്ചൊരു സ്ത്രീയെ കണ്ടു. നല്ല കഴിവുള്ള നടിയായിരുന്നു. പക്ഷെ സിനിമ വേണ്ടെന്ന് വെച്ചു. പിന്നീട് സീരിയൽ അഭിനയിച്ചെങ്കിലും അതും നിർത്തി. എന്താണ് എല്ലാം വേണ്ടെന്ന് വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അഭിനയിപ്പിക്കുന്നതിനേക്കാൾ ആളുകൾക്ക് താല്പര്യം മറ്റ് പലതരത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. അതിന് നിന്നു കൊടുക്കാൻ വയ്യ. 2012 ഗണേഷ് കുമാർ എഴുതിയ ലേഖനത്തിലാണ് ഇതിനകത്ത് പെട്ട കാര്യങ്ങളല്ലേ ഈ റിപ്പോർട്ടിലുള്ളത്. പ്രിജി, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന വാദങ്ങൾ പറയണം. ഒരു റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനപ്പുറം പത്തനാപുരത്തും കൊല്ലത്തും തൃശ്ശൂരും വെച്ച് വെട്ടി നിർത്തിയിട്ട്
ആ പാരഗ്രാഫിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാവെന്ന് വെച്ചാൽ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്കറിയാം. അതിനകത്ത് ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണം ഉള്ളത് കൊണ്ടാണ് സർക്കാർ അത് പൂഴ്ത്തിവെച്ചത്. അങ്ങനെ പൂഴ്ത്തിവെച്ചത് ഈ മുകേഷിനെയും മറ്റ് ഈ ലേഖനം എഴുതിയവരുൾപ്പെടെ ഉള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി CPM ഒരുക്കിയ സംരക്ഷണ കവചമാണ്. പ്രകൃതി വിരുദ്ധ പീഡനം വരെ നടത്തുന്ന രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ 2018-ലും 2019-ലും രഞ്ജിത്തിനെതിരെ ആരോപണം ഉണ്ടായല്ലോ, മുകേഷിനെതിരെ ആരോപണം ഉണ്ടായല്ലോ. ഇവിടെ നേരത്തെ കാണിച്ചല്ലോ വീണോ ജോർജ് അഭിമുഖം. ഒരു സ്ത്രീ പരസ്യമായിട്ട് വന്നിരുന്നു പറഞ്ഞില്ലേ. ഇന്ന് നിങ്ങൾ പുതിയ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഇന്റർവ്യൂവിൽ വന്ന് പറയുന്ന സ്ത്രീകൾ, ആ സ്ത്രീകളെ വെച്ചുള്ള നടപടി എടുക്കാനാണല്ലേ. ഞാൻ വെല്ലുവിളിക്കുന്നു. എന്തായാലും ക്രൈമിന് പ്രായമൊന്നും നോക്കല്ലെങ്കിൽ സമയം നോക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ അഭിമുഖത്തിൽ വെളിപ്പെട്ട കാര്യങ്ങൾ കേസെടുക്കാനായിരുന്നില്ലേ? ഈ മുകേഷിനെതിരെ സരിതയുടെ ഇന്റർവ്യൂവിന്റെ പേരിൽ മുകേഷിനെതിരെ കേസെടുക്കാൻ ഈ സർക്കാർ തയ്യാറുണ്ടോ? ഈ സർക്കാർ തയ്യാറുണ്ടോ? ഒരു ഗാർഹിക പീഡന കേസ് ഉണ്ടായിരുന്നു, എന്തായെന്ന് അറിയില്ല, അന്വേഷിക്കേണ്ടി വരും. ശരി, എനിക്കൊരു ഇടപെടലേക്ക് കൊണ്ടുവരാൻ ക്ഷമിക്കണം എന്നോട്. ഓണക്കാലം ശിവരാജ് ഗോകുൽ ഇവിടെ എന്താണ് ഇവിടെ മുകേഷ് MLA വേണമെങ്കിൽ രാജിവെക്കാൻ CPM പറയണമെന്ന് ആനുകൂല്യം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി, മുകേഷിനൊപ്പം അതിശക്തമായി നിലയുറപ്പിക്കുന്ന BJPയുടെ ഇവിടുത്തെ കേരളത്തിലെ ഏക MP കേന്ദ്രമന്ത്രി, ആ മുകേഷിന് വേണ്ടി മാധ്യമങ്ങളുടെ നേരേക്ക് ചീറിപ്പാഞ്ഞെടുക്കുന്ന അതേ കേന്ദ്രമന്ത്രി, അങ്ങനെ ചീറിപ്പാഞ്ഞെടുക്കുന്ന കേന്ദ്രമന്ത്രിക്ക് വേണ്ടി എന്താണ് വക്കാലത്ത് പറയുന്ന പിന്തുണ പറയുന്ന കാരാട്ട് റസാഖ് എന്ന് പറഞ്ഞ മുൻ MLA, അങ്ങനെ വിചിത്രമായ കോമ്പിനേഷൻ കൂടി നമ്മൾ ഈ കാലയളവിൽ കാണുകയാണ് കേട്ടോ ശ്രീ ശിവരാജ് ഗോകുൽ. ഹാഷ്മി, ശ്രീ സുരേഷ് ഗോപി എവിടെയാണ് മുകേഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഒരിടത്ത് പോലും മുകേഷിനെ സപ്പോർട്ട് ചെയ്തിട്ടോ മുകേഷ് രാജിവെക്കേണ്ട എന്ന് പറഞ്ഞതായിട്ടോ എന്റെ അറിവിലില്ല. ശ്രീ രാജു പിന്നോടല്ലേ ചോദ്യം, ഞാൻ പറഞ്ഞോട്ടെ, മറുപടി പറഞ്ഞോട്ടെ. അദ്ദേഹം ഒരിടത്തെങ്കിലും അദ്ദേഹം മുകേഷ് രാജിവെക്കേണ്ട എന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ മുകേഷ് നല്ല ആളാണ്, മുകേഷ് അവിടെ തുടരട്ടെ എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അദ്ദേഹം ടെക്നിക്കലായ തിരിച്ചൊരു കാര്യം ചോദിച്ചു എന്നുള്ളതല്ലേ ഉള്ളൂ. രാജിവെക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, പിന്നെന്താണ്? രാജിവെക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലേ? പാർട്ടിയുടെ നിലപാട് അതാണ്, BJPയുടെ നിലപാട് അതാണ്. നമുക്ക് സമയമില്ല, പക്ഷേ നമ്മൾ വാർത്ത കൊടുക്കുന്നത് മാധ്യമങ്ങൾ തീറ്റയാണെന്നാണ് പുള്ളി പറഞ്ഞത്. അതും ചീറിക്കൊണ്ട് ആക്രമിച്ചുകൊണ്ട് പറഞ്ഞത്. അല്ല, മുകേഷിന്റെ രാജിക്ക് വേണ്ടിയിട്ട് ഇത് മാധ്യമങ്ങൾക്കുള്ള തീറ്റയാണ്, കൊണ്ട് വിറ്റ് പണം ഉണ്ടാക്കുക എന്നൊക്കെയാണ് ശപിച്ചുകൊണ്ട് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം സിനിമ മേഖല അല്ല ഹാഷ്മി അല്ലല്ല ഹാഷ്മി, അതിനകത്ത് വേറൊരു അഭിപ്രായമുണ്ട്. അതിനകത്ത് വേറൊരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമ മേഖല ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഒരുപാട് സിനിമകളിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് ഉൾപ്പെടെ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. സിനിമയിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ് അദ്ദേഹം. തീർച്ചയായിട്ടും സിനിമക്കാർ ഇപ്പോൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമതകൾ എന്താണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ധാരണയുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പൊ മീഡിയയെ സംബന്ധിച്ചിടത്തോളം TRP ആണ്, അവർക്കത് വാല്യൂ ഉള്ളത് തന്നെയാണ്. പക്ഷെ മറുഭാഗത്ത് ഇതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം വേറെയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. കുറച്ചുകൂടി നമ്മൾ തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീടിന് തീയിടുക എന്ന് പറയുന്നത് നമുക്ക് സാധ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ലോ. നിലവിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഉൾപ്പെടെ എല്ലാവരും, രാഷ്ട്രീയക്കാരായാലും ശരി തന്നെയാണ്, മറ്റോ പൊതുജനമായിരുന്നാലും ശരി തന്നെയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇല്ലെങ്കിൽ വലിയൊരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കേരളത്തിൽ. തീർച്ചയായിട്ടും നമ്മളത് കാണുക കൂടി വേണം. ഒന്ന്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന സ്ത്രീ വിഷയത്തിൽ മാത്രമായിട്ട് ചുരുക്കി പോകരുത്. ഈ പറയുന്ന ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന റിപ്പോർട്ട് എന്ന് പറയുന്ന അതിനകത്ത് വലിയ തോതില് ചില മാഫിയകൾ നടത്തി വരുന്ന ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള നിസ്സീമമായ ഉപയോഗം അതിനകത്ത് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പല സ്ത്രീപരമായ വിഷയങ്ങളും ഉണ്ടാകുന്നത് ഡ്രഗ്സ് ഉപയോഗിച്ച് സെറ്റിൽ വരുന്നവരും അതിൽ അടിവരയിട്ട് മറ്റൊരു കാര്യമുണ്ട്. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും മലയാള സിനിമ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ പെൺകുട്ടികൾ നേരിടുന്ന പ്രതിസന്ധി സെക്ഷൽ ഹറാസ്മെന്റ് ആണ് എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. എന്റെ സമയം കഴിഞ്ഞു, എന്നോട് ക്ഷമിക്കണം. എന്തായാലും യുവരാജ് ഗോകുൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞു, ഞാൻ യോജിക്കുകയാണ്. ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ്, ആ ഇൻഡസ്ട്രിയെ ബാധിക്കാൻ പാടില്ല. അതിന് ഏറ്റവും പ്രധാനം, ഞാൻ ഇന്നലെയും പറഞ്ഞതാണ് ആ കാര്യം. സെക്ഷൽ ഹറാസ്മെന്റിന്റെ വലിയൊരു റീസൺ ആയിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പറയുന്ന ഈ ഡ്രഗ്സ് യൂസേജ് ആണ്. എവിടെ നിന്ന് ഈ ഡ്രഗ്സ് വരുന്നു? 5 വർഷമായിട്ട് അന്വേഷിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? ഒന്നും ചെയ്തില്ല, മാത്രം എല്ലാം അന്വേഷിക്കുകയും വേണം. പക്ഷെ ഞാൻ യുവരാജ് ഗോകുൽ പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുകയാണ്. സിനിമ എന്ന് പറയുന്നത് വലിയൊരു ഇൻഡസ്ട്രിയാണ്, ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ്. അത് തകർന്നു വെക്കൂടാ എന്ന് പറഞ്ഞാൽ, പ്രശ്നമുണ്ടായാൽ അതിന് തീയിട്ടുകൂടാ. ഞാൻ ഇന്നലെയും ഞാൻ പറഞ്ഞതാണ്, അത് പിന്നെയും ആവർത്തിക്കുന്നത്. പ്രിയപ്പെട്ട മമ്മൂക്ക, പ്രിയപ്പെട്ട ലാലേട്ട, നിങ്ങളുടെ ഒളിവ് ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് 2 കസേര എടുത്തിട്ട് അതിലിരുന്ന് ഞങ്ങൾ മാധ്യമങ്ങളെ വിളിച്ച് സിനിമാ മേഖലയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്നും അതിൽ പ്രശ്നക്കാരുണ്ടെങ്കിൽ അവരെ പുറത്താക്കുമെന്നും സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരാണെന്നും ഒരു അഷുറൻസ്, ഒരു ഉറപ്പ് ആ മേഖലയ്ക്ക് കൊടുക്കേണ്ടത്
അത് അനിവാര്യമാണ്. കാര്യം നിങ്ങളെ വളർത്തിയത് ഈ മലയാള സിനിമയാണ്, മലയാളമാണ്. അത്രയെങ്കിലും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് പാതകവുമാണ്. ഇന്നലെ പറഞ്ഞാൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇനി എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.